കാസർഗോഡ് വിഷം കഴിച്ച നിലയിൽ കണ്ടെത്തിയ നവവധു ചികിത്സയിലിരിക്കെ മരിച്ചു. വട്ടംതട സ്വദേശിനി അശ്വതിയാണ് മരിച്ചത്. കാസർഗോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ നഴ്സാണ് അശ്വതി. ചിറ്റക്കാവ് സ്വദേശി രൂപേഷുമായി 1 മാസം മുൻപായിരുന്നു വിവാഹം. കാസർഗോഡ് ടൗൺ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു. കാസർകോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ നഴ്സായി ജോലി ചെയ്തിരുന്ന ബേഡകം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കുറ്റിക്കോൽ ബേത്തൂർപ്പാറ വട്ടംതട്ട സ്വദേശി അശ്വതിയാണ് ഇത്തരത്തിൽ ജീവനൊടുക്കിയത്. 3 ആഴ്ച മുൻപാണ് ഇവരുടെ വിവാഹം നടന്നത്. പറക്കളായി ചീറ്റക്കാവ് സ്വദേശി രൂപേഷിന്റെ ഭാര്യയാണ്. 18-ാം തീയതിയാണ് ഈ പെൺകുട്ടി ഇത്തരത്തിൽ വിഷം കഴിച്ചത്. അതായത് കാസർകോട്ടെ താമസ സ്ഥലത്ത് നിന്നാണ് വിഷം കഴിച്ചത്. പിന്നീട് സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും നില ഗുരുതരമായതിനെ തുടർന്ന് പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് പ്രവേശിക്കുകയായിരുന്നു. ഇന്നലെ രാത്രിയോട് കൂടിയാണ് മരണം സംഭവിച്ചത്. ഏതായാലും ഈ സംഭവത്തിൽ കാസർഗോഡ് ടൗൺ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. മാത്രമല്ല, പെൺകുട്ടി ആശുപത്രിയിൽ ചികിത്സയിലേക്ക് രഹസ്യമൊഴിയും രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്താണ് ഇത്തരത്തിൽ ഈ അശ്വതി ജീവനെടുക്കാൻ ഇടയായ സാഹചര്യം, അത് പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഏതെങ്കിലും തരത്തിൽ ഈ ഭർത്താവിന്റെ ഭാഗത്തുനിന്നോ അതല്ല മറ്റ് ഭർത്തൃ വീട്ടിന്റെ ഭാഗത്തുനിന്നോ ഏതെങ്കിലും തരത്തിലുള്ള പീഡനമോ മറ്റ് അനുഭവങ്ങളോ ഉണ്ടായിട്ടുണ്ടോ എന്നെ സംബന്ധിച്ചാണ് പ്രധാനമായും പോലീസ് അന്വേഷിക്കുന്നത്. അതോടൊപ്പം രഹസ്യമൊഴിയിൽ നൽകിയ വിവരങ്ങൾ അനുസരിച്ചും പോലീസിന്റെ അന്വേഷണം നടക്കുന്നുണ്ട്. എന്തായാലും ഈ സംഭവത്തിൽ അസ്വാഭാവിക മരണത്തിൽ ഇപ്പോൾ പോലീസ് കേസെടുത്തിട്ടുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 3 ആഴ്ച മുൻപ് വിവാഹിതയായ ഒരു നവവധുവാണ് ഇത്തരത്തിൽ വിഷം കഴിച്ച് ജീവനൊടുക്കിയത്. എന്തായാലും കാസർഗോഡ് ജില്ലയിൽ ഒരാഴ്ചക്കിടെ 3 പേർ ഭർത്തൃമതികളാണ് ഇങ്ങനെ ജീവനൊടുക്കുന്നത്. അത് ഏറ്റവും ആശങ്കയുണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. ഫാത്തിമത്ത് സുബൈദ എന്ന് പറയുന്ന വിദ്യാനഗർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ഭർത്തൃമതി 27 വയസ്സുകാരിയാണ് കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ ജീവനൊടുക്കിയത്. ഇങ്ങനെ 3 പേരുടെ ജീവനൊടുക്കുന്ന ഒരു സാഹചര്യം കാസർഗോഡ് ജില്ലയിൽ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഇത്തരം സംഭവങ്ങൾ തുടർക്കഥയാവുന്നത് വലിയ ആശങ്ക ഉയർത്തുന്നു. അശ്വതിയുടെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി, പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കി ഇപ്പോൾ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകിയിട്ടുണ്ട്. ഈ സംഭവത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. എന്താണ് ഇങ്ങനെ ഒരു ജീവനൊടുക്കാൻ ഇടയായ സാഹചര്യം എന്നെ സംബന്ധിച്ചാണ് പോലീസ് പ്രധാനമായി അന്വേഷിക്കുന്നത്. 18-ാം തീയതിയാണ് അശ്വതി ഇങ്ങനെ ഇത്തരത്തിൽ വിഷം കഴിച്ച് അവശനിലയിലായത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പിന്നീട് പരിയാരം മെഡിക്കൽ കോളേജിൽ നിന്നും ആശുപത്രിയിൽ നിന്നും ഇന്നലെ രാത്രിയോടുകൂടിയാണ് അശ്വതിയുടെ മരണം സംഭവിക്കുന്നത്. എന്തായാലും പോലീസ് ഈ സംഭവത്തിൽ അസ്വാഭാവിക മരണത്തിൽ കേസെടുത്ത് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. കാസർഗോഡ് നിന്നും കെ ബി ബൈജു, ന്യൂസ് 18. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.